വയ്യ. നീ ഇങ്ങനൊരു വിഷാദകാമുവിന്റെ റോൾ അഭിനയിക്കാതെ. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? അന്വേഷിക്കേ. അടുത്ത തവണ കണ്ട നീ കേറി വാചകമടിച്ച് ഒരു വഴിക്കാക്കാൻ ശ്രമിക്കടാ. എത്ര തവണയാ ഇങ്ങനെ മിസ്സാകുന്നു? എത്ര മിസ്സുകളെ ഇങ്ങനെ മിസ്സായതിനു ശേഷമാണ് ഏതെങ്കിലും ഒരു മിസ്സിനെ മിസ്സായി കിട്ടുക. ശ്രമിക്കേ. ക്ഷമിക്കാനെന്ന് എന്നെ കൊണ്ട് സാധ്യമല്ല. ഏതായാലും അവൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ കണ്ടുപിടിക്കും. ശ്രമത്തിന് എന്റെ സർവ്വ മംഗളാശംസകളും നേർന്നുകൊള്ളു. സന്തോഷം. Good morning. Good morning. ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടെന്ന് എനിക്ക് തോന്നിയ. അങ്ങനെയേ തോന്നരുത്. തോന്നിപ്പോയി. എന്ത് തോന്നി? സ്നേഹം. എന്നോടോ? അതെ. കണ്ട നാൾ മുതൽ എന്റെ ആത്മാവ് നിറയെ ഈ മുഖമാണ്. എന്റെ മനസ്സിന്റെ സങ്കല്പ ചൈതന്യമാണ്. അന്വേഷിച്ചു നടന്നു, ഒടുവിൽ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ഈ രൂപം. പേരെനിക്കറിയണ്ട, ഏതെന്നറിയണ്ട, ചുറ്റുപാടുകളൊന്നും അറിയണ്ട. എനിക്ക് ഈ ചൈതന്യം മാത്രം മതി. ഈ ചൈതന്യം. ഞാൻ എടാ ജോയ്, നിനക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കൊരു അപകടം പറ്റി. അപകടമോ? ആർക്ക്? എനിക്കും അവൾക്കും. എടാ, സ്വപ്നത്തിൽ നിനക്ക് പറ്റിയ അപകടത്തിന് നീ എന്നെയും കൂടി അപകടത്തിലാക്കിയില്ലടാ മഹാപാവി. കിടക്കേണ്ടടുത്ത് കിടന്ന ആർക്കും ഒരു അപകടം പറ്റില്ല. നീ പോയിട്ട് എന്റെ റൂം പോയി കിടന്നു. പോയിക്കോ. നീയും കൂടെ വാടാ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ എന്തോ ഇതുപോലെ. അവിടെ സ്പോഞ്ചിന്റെ തലേന്നുണ്ടാവും, അതും പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പോയിക്കോ. വാടാ. പോയി കിടന്നാ. അവന്റെ ഒരു പ്രേമം. ഈ അവസരപ്പെട്ടന് എപ്പ കണ്ടാലും കാശ് കടം വേണം, അല്ലെങ്കിൽ കള്ള് വേണം. 10 രൂപ മതിയടാ. ഓ, വാങ്ങിച്ചത് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? എടാ പത്രോസേ, ഓ, കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നത് കപ്പ്യാരായ ഞാനും പള്ളിയിലെ അച്ഛനും കൂടെയാ. അതെ. അതിനെനിക്ക് അവര് തരുന്നത് 5 രൂപ. പെണ്ണിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന നിനക്ക് 1000കണക്കിന് വെറുതെ വരും. അപ്പൊ 10 രൂപ എനിക്ക് തന്നുകൊണ്ട് നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇതെങ്കിലും തിരിച്ചറിഞ്ഞോട്ടാ. തന്നില്ലെങ്കിലും നീ വിഷമിക്കണ്ടടാ. നിന്റെ അന്ത്യകൂതാശയ്ക്ക് അച്ഛന്റെ കൂടെ വരുമ്പോ നീ എനിക്ക് നയാ പൈസ തരണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഓശാന ദാവീദിൻ സുതനേ, ഓശാന ഓശാന ഓശാന. ഓശാന ദാവീദിൻ സുതനേ, ഓശാന ഓശാന. അത് കയ്യിലിരിക്കട്ടെ. ഈ പത്രാസിന്റെ അടുത്ത് നിന്റെ പത്രാസം നടക്കില്ല കേട്ടാ.
പാർട്ടി വരുന്നുണ്ട്. ഒന്ന് ഹെഡ് ചെയ്തിട്ട് ഇപ്പൊ വന്നേക്കാം. പേമ എക്സ്ക്യൂസ് മീ, പല സ്ഥലത്ത് വെച്ചും പല പ്രാവശ്യവും കണ്ടു. ഞാൻ ഒരുപക്ഷെ മര്യാദകേടായിരിക്കും, എങ്കിലും ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. മനുഷ്യനുമായിട്ടാണ് പരിചയപ്പെടുക. അതിന് വിട്ടാലേ മര്യാദകേടാവൂ. പേര് പറഞ്ഞില്ല. എന്നോട് ചോദിച്ചില്ലല്ലോ. ശരി, ഞാൻ ചോദിച്ചിരിക്കുന്നു. പേര്? ലീന. എവിടെയാണ് വീട്? ഇത്തിരി കിഴക്കോട്ട് പോണം, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്കിൾ മാത്രം. ലീന എന്ത് ചെയ്യുന്നു? ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആളൊരു പരതക്കാരിയാണല്ലേ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചത് ലീന പഠിക്കുന്നോ അതോ ജോലി വല്ലതും ചെയ്യുന്നോ എന്ന്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റെനോ ആണ്. എനിക്കിവിടെ ഒരു കമ്പനി ഉണ്ട്, സ്വന്തം കമ്പനി, ആഹാ. ചെറിയാൻസ് എക്സ്പോർട്സ്. ആ. പിന്നെ വീട് കുറച്ച് അകലെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോകും. തൽക്കാലം ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിക്കുന്നു. കുടുംബസഹിതം. ഹേയ്, നോ നോ, വിവാഹം ചെയ്യാനുള്ള പ്രായമേ ആയിട്ടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? അജന്ത ശില്പത്തിന്റെ ഭംഗി ഇതിനു മുൻപ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ ശില്പമൊന്നുമല്ല. ശില്പത്തിന് ജീവനുണ്ടായതുപോലെയാണ്. നോക്കൂ, എന്റെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നു. ഞാനത് തേടി തേടി നടന്നു. അവസാനം ലീനയിൽ ഞാൻ കണ്ടെത്തി. തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. ലീനയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ലീന ഏതെന്നോ സാമ്പത്തിക നില എന്തെന്നോ ഒന്നും എനിക്കറിയണ്ട. എനിക്ക് നീ മതി, നിന്നെ മാത്രം മതി. എടാ, നീ ഇവിടെ നിൽക്കണം. സോറി, മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ സതീഷ്. നമസ്കാരം. മിസ് ലീന. ആ, നമുക്ക് പോവാം. ശരി, പോകട്ടെ. ബൈ ദ വേ, പേര് പറഞ്ഞില്ല. പേര് ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. തിരിച്ചടിച്ചല്ലേ? ശരി, ചോദിച്ചിരിക്കുന്നു. എന്റെ പേര് ജോയ്. ആ, ഒരു കാര്യം മറക്കണ്ട, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. ചെറിയാൻസ് എക്സ്പോർട്ട്, ഫോൺ 3553. ഓക്കെ, Bye bye. മറക്കരുത്. ബൈ. ബൈ. കൊള്ളാമല്ലോടാ. പക്ഷെ ഈ കറിയാച്ചനെ അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നെയും എന്റെ മകളെയും അപമാനിച്ച ആ ചെറിയാച്ചനെയും മകനെയും ഞാൻ വെറുതെ വിടില്ല. തോമസേ, ഓ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ആരും അറിയരുത്. അടുത്ത ആഴ്ച അവൻ വരും. അതവന്റെ അവസാനത്തെ വരവായിരിക്കണം. എടാ സതീശ, ലീനയുടെ ചിത്രം കാണുമ്പോ തന്നെ അമ്മച്ചി സമ്മതിക്കും. പിന്നെ അപ്പച്ചന്റെ കാര്യം വലിയ പ്രശ്നമൊന്നുമല്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ, ഏതായാലും നീ വീട്ടിൽ പോയിട്ട് വാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ, എന്ത് ചെയ്യാം, സ്നേഹിതനായി പോയില്ലേ. നീയാടാ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, എടാ, ഒന്ന് സൂക്ഷിച്ചു പോടാ. നിനക്ക് തലയ്ക്ക് വെളിവില്ലാത്ത സമയ. നീ പോടാ അവിടുന്ന്. ജോയ് സാറ് പോയോ? എന്തോ ജോയ് സാറ് പോയോന്ന്? ഇപ്പോ വീട്ടിലെത്തി കാണാം. സ്വാമി ശരണം. എടാ, നിന്നേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞയച്ച സമയത്തിന് കിട്ടുമോ? എന്റെ ഹരിഹരസൂദനെ, നല്ല കടയിൽ കയറി നല്ല സാധനങ്ങൾ വാങ്ങിക്കണ്ടായോ? അതുകൊണ്ടല്ലേ താമസിച്ചത്. ഇതാ മാസികളും വാരികളും എഴുതി തന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് കിട്ടുന്നതാണ് വേണ്ടില്ലായിരുന്നു. വാരികളുള്ളടുത്ത് പൗഡറില്ല, പൗഡറുള്ളടുത്ത് വാരികയില്ല, വാരികയും പൗഡറുള്ളടുത്ത് ടവലില്ല. ശരണമയ്യപ്പ, എന്റെ ഒരു ഗതികേട്. ശ്ശോ. ഇത് നോക്ക്, മന്ത്രവാദിനി ഇരട്ട തെറ്റു. ബറോഡ, ഒക്ടോബർ 4 എന്താ? അതല്ലടാ, ഇത് നോക്ക്. ഇതാരാ സാറേ? ലീന. ഏത് ലീന? ജോയ് സ്നേഹിക്കുന്ന പെണ്ണ്. 10ാം ചരമവാർഷികം. എന്റെ ധർമ്മശാസ്ത്രാവേ, ചത്തുപോയ ഈ പെണ്ണിനെയാണോ ജോയ് സാറ് സ്നേഹിക്കുന്നത്? അയ്യോ. ഏതായാലും
ഈ ആഴ്ചയോടെ അവൻ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ സിറ്റിയിലെ ഓഫീസൊക്കെ വേണ്ടെന്ന് വെക്കും. എന്റെ കർത്താവേ, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഞാൻ വേറെ മാനേജരെ വെക്കും. എത്ര ആയാലും നമ്മൾ നോക്കുന്നത് പോലെ ഒക്കുമോ വേലക്കാർ നോക്കിയാൽ? അവൻ വല്ലപ്പോഴും ഒക്കെ സൂപ്പർവിഷൻ പോയാൽ മതി. ബാക്കിയുള്ള സമയം വീട്ടിൽ കാണുമല്ലോ. എന്തായാലും ഇന്നവൻ വരും, വരാതിരിക്കില്ല. അവനിവിടെ വന്നാലേ നിങ്ങൾ വഴക്കിനൊന്നും നിൽക്കണ്ട. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ ഉരുത്തി അവനെ ചീറ്റാക്കുന്നത്. എന്റെ മാതാവേ, ഇത് കേട്ട് ഞാൻ മടുത്തു. ഇരുട്ടുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിന് വന്നാ മതിയായിരുന്നു.